അപ്പോൾ ഇതാ നമ്മളിന്ന് കണ്ണൂർ പോവാണ്. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ 2:10 ഉള്ള ട്രെയിനിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. 2:20 ട്രെയിൻ വരുന്നത്. അങ്ങനെ നമ്മളിതാ ട്രെയിനും കാത്തിരിക്കുക കേട്ടോ. ഏതൊക്കെയോ ട്രെയിൻ ഇല്ലയെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ കുറേ ട്രെയിൻ കാര്യങ്ങൾ ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇപ്പം വെള്ളം കാരണം അത് വെച്ചാൽ ഇപ്പോൾ നല്ല മഴയാണല്ലോ, ഓരോ ഭാഗത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കാരണമായിരിക്കും. അങ്ങനെ ഇതാ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അവിടുന്ന് അതാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഇക്കാൻ്റെ വീട്ടിലേക്കാട്ടോ. വീട്ടിൽ പോയിട്ടാണ് കല്യാണ വീട്ടിലേക്ക് പോവുക. എന്ന് വെച്ചാൽ ഇന്ന് അവിടെ മെഹന്തി നൈറ്റിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് ഷെയർ ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം കണ്ടില്ല, നല്ല മഴയായിട്ടാണ് വെള്ളം ഫുള്ള് കലങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഇപ്പോഴും നല്ല മഴ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നാണ് പിന്നെ കുറച്ചും കൂടെ ഒന്ന് വെയിൽ കാണുന്നത് കേട്ടോ. അല്ലാതെ നിൽക്കാണ്ട് മഴ തന്നെ ആയിരുന്നു. ഇന്നൊരു ദിവസം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മഴ കുറച്ചൊന്ന് കുറവുണ്ട്. പിന്നെ ഞങ്ങൾ റെയിൻകോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ്ട് ബസ്സിന് പോകണം. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്നാണ്ട് ബസ്സിനാണ് പോവാറ്. പൊതുവേ ട്രെയിനിൽ കയറിയ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് എന്താണെന്നല്ല, ചെറുതായിട്ടൊന്ന് തലവേദനിക്കുന്നുണ്ട്. പിന്നെ ബസ്സാണ് നമുക്ക് തീരെ പറ്റാത്ത ഒന്നുണ്ടെങ്കിൽ ബസ്സാണ്. ബസ്സിന് എനിക്ക് തീരെ കഴിയില്ല. കാരണം മെയിൻ തലവേദനിക്കാനും ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ വരും. വോമിറ്റിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്തായാലും ചെറുതായിട്ടൊന്ന് തലയൊക്കെ വേദനിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഓൾറെഡി സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടൊന്നല്ല കേട്ടോ കയറുന്നത്. നമ്മൾ സ്ലീപ്പറിൽ കയറിയതിന് ശേഷം, കാരണം നമുക്ക് എന്നാണ് പോകേണ്ടതെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. ശനിയാഴ്ച പോകണോ വെള്ളിയാഴ്ച പോകണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി സ്ലീപ്പറിൽ കയറിയതിന് ശേഷം TTR വരുമ്പോൾ അതിൻ്റെ പൈസ എക്സ്ട്രാ അവിടുന്ന് കൊടുക്കാറാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ 2-3 ദിവസം മുന്നേ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദിവസം കൺഫേം ആവാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ അങ്ങനെ ട്രെയിനിൽ ചായ കുടി സ്നാക്ക് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ തലശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സൂപ്പർ ഫാസ്റ്റാണ്, അതുകൊണ്ട് തന്നെ മാഹിയിലൊന്നും സ്റ്റോപ്പ് വരുന്നില്ല. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കുറച്ചധികം തന്നെ ട്രെയിനിൽ നിന്നുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കണ്ണൂരൊക്കെ ഏകദേശം എത്താനായപ്പോൾ നല്ല മഴക്കാർ തന്നെ ആയിരുന്നു. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അവിടുന്ന് ചായയും ഒക്കെ കുടിച്ചതിന് ശേഷം ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ കല്യാണ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പം അവിടെ ഇതാ മെഹന്തി നൈറ്റിനുള്ള പരിപാടികളൊക്കെ. ഇന്നെല്ലാവരും പച്ച ഡ്രസ്സാണ്. പിന്നെ ഞാൻ ഇട്ട് വന്ന ആ ഡ്രസ്സ് തന്നെ ആയിരുന്നു. മോൻക്കും അതന്നെ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി ലഗേജിൽ കുത്തിച്ചീരി ലഗേജ് വെറുതെ കനം കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ട് ബ്രൈഡിനതാ സ്റ്റേജിലോട്ട് കയറ്റുകയാണ്. എന്നിട്ട് നമ്മൾ മെഹന്തി ഓരോരുത്തരായിട്ട് ഇട്ട് കൊടുക്കും, സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഇതിൽ വീഡിയോയിൽ ഞാൻ പോയി നിന്നിട്ടില്ല കേട്ടോ. ഞാൻ മോനെക്കൊണ്ട് കൊടുപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കൊക്കെ ഇവിടെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഒരാളെ ഞാൻ വിളിച്ചപ്പോൾ ഓടി വരികയാണ്. അങ്ങനെ ഇതാ ആദ്യം തന്നെ ഇവർ രണ്ടാളും മെഹന്തി ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുത്തു. അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ ഉപ്പ. പിന്നെ പെണ്ണിൻ്റെ ഉമ്മയും ഉപ്പയും വന്നിട്ട് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഞാൻ ഷെയർ ആക്കുന്നത്. ലാസ്റ്റ് ഞാൻ പെണ്ണിൻ്റെ റൂം കാണിക്കുന്നുണ്ട്. അതാ മോനെ കൊണ്ട് ഇതുമാതിരി സ്വീറ്റ്സ് കൊടുപ്പിക്കുന്നുണ്ട്. പിന്നെ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റിലേക്ക്. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഞാനും ഇരിക്കും സ്റ്റേജിൽ തന്നെ ആയിരുന്നു. ഓനെ കൊണ്ടാണ് മെഹന്തി ഇടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇവിടെ അറ ഒരുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ അറ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ.
നമ്മൾ പെണ്ണിൻ്റെ അറ കാണാൻ വേണ്ടി മേലോട്ട് വന്നിക്കാം കേട്ടോ. അപ്പം മേലെയാണ് പെണ്ണിൻ്റെ അറ വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ റൂം. അപ്പോൾ ഇന്നത്തെ പരിപാടീൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നതായിരിക്കും. പിറ്റേ ദിവസമായിരിക്കും ഇടുന്നത്, കാരണം ഇവിടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിടണ്ടേ. അപ്പോൾ ഞാൻ ഇന്നത്തെ പരിപാടിൻ്റെ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് റൂം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വല്ലാണ്ട് വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു 10 മണി 10:15 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, എന്ന് വെച്ചാൽ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ആക്കിയേക്കണേ. ഇന്നത്തെയും നാളത്തെയും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ പിറ്റേന്നായിട്ടായിരിക്കും ചിലപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുക. കാരണം കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസമായിരിക്കും ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.